മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ പ്രചോദനാത്മകമായ കാര്യങ്ങൾ കേൾക്കുകയും അവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകമായ ഊർജം കൈവരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. മനസ്സിൻ്റെ ആജ്ഞയാണ് ശരീരം അനുസരിക്കുന്നത്. അങ്ങനെയാണ് പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ആ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് സൽഫലങ്ങളും അതുപോലെ തന്നെ ദുർഫലങ്ങളും ഒക്കെ വന്നു ചേരുന്നത്. അപ്പം ആ ഒരു കാര്യം മനസ്സിലായിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചില പ്രചോദനാത്മക കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രചോദന കഥയാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാം, ഉത്സവ കാലങ്ങളിൽ ഉത്സവ നടക്കുന്ന സ്ഥലത്ത് ധാരാളമായി കച്ചവടക്കാരെത്താറുണ്ട്. അതിൽ ബലൂൺ കച്ചവടക്കാരും ഉണ്ട്. ബലൂൺ കച്ചവടക്കാർ വിവിധ നിറങ്ങളിലുള്ള ബലൂണുകൾ ഹീലിയം നിറച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവരുടെ കച്ചവടം അല്പം താഴ്ന്ന ലെവലിൽ, അതായത് കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്താണ് അവർ ചെയ്യുന്നത്. അപ്പം ആ കുട്ടികൾ ഇത് കാണുകയും ധാരാളമായ കുട്ടികൾ ആ സ്ഥലത്തേക്ക് ഓടി എത്തുകയും ആകാശത്തിൽ തത്തിക്കളിക്കുന്ന ബലൂണുകളെ പോലെയുള്ള മറ്റൊരു ബലൂൺ കച്ചവടക്കാരുടെ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുണ്ട്. ഒരിക്കൽ ഒരു കുട്ടി ഈ സംഭവം കണ്ടതിന് ശേഷം തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛാ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ, ട്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിയിൽ ഒരു ബലൂൺ കച്ചവടക്കാരൻ ബലൂണുകൾ ആകാശത്തിലേക്ക് ഉയർത്തി വിടുന്നു. എന്താണ് അച്ഛാ ഈ ഉയരുന്ന ബലൂണുകളുടെ രഹസ്യം? പിതാവ് മകനെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ മകനെ, ബലൂണുകൾ പറക്കണമെങ്കിൽ അതിൽ ഹീലിയം നിറയ്ക്കണം. ആ ബലൂൺ കച്ചവടക്കാരൻ ആ ബലൂണിൽ ഹീലിയം നിറച്ച് കാണും. അതുകൊണ്ടാണ് അത് ആകാശത്തിൽ തത്തിക്കളിക്കുന്നത്. അപ്പോൾ ഏത് ബലൂണായാലും, ഏത് നിറമുള്ളതായാലും, എത്ര വലിപ്പത്തിലുള്ളതായാലും, ആ ബലൂണിൽ ഹീലിയം വാതകം നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ആകാശത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും എന്ന് ആ കുഞ്ഞിനെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചെറിയ പ്രചോദന കഥയെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ വളരണം എന്നൊരു തോന്നലുണ്ട്. എനിക്ക് ഉയരണം, എനിക്ക് ഇന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നൊക്കെ ഒരു തോന്നലുകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ചില പരിശ്രമങ്ങളും നടത്തും എന്നുള്ളതും സത്യം തന്നെയാണ്. എന്നാൽ നമ്മളിൽ നല്ലൊരു ശതമാനവും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം പരിശ്രമം മാത്രം പോരാ, പകരം തീവ്രമായ ആഗ്രഹം വേണം എന്നുള്ളതാണ് സത്യം. അപ്പം തീവ്രമായ ആഗ്രഹത്തോടുകൂടി ഈ ആഗ്രഹം, ഈ നിശ്ചയദാർഢ്യം, ഈ ആഗ്രഹം, സ്ഥിരോത്സാഹം, ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനൊക്കൂ, ഉയരങ്ങളിൽ എത്താനൊക്കൂ എന്ന കാര്യം നാം മനസ്സിലാക്കണം. നമുക്കൊക്കെ പരിശ്രമമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം തീവ്രമല്ല നമ്മുടെയൊക്കെ. അതുപോലെ തന്നെ നിശ്ചയദാർഢ്യം പോരാ. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഉദ്യമം പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ അതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് ആ പരിപാടിയെ മാറ്റി വയ്ക്കുന്ന ഒരു ശീലമാണ്. അതുപോരാ, നമ്മൾ ഒരു വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ പരാജയം സ്വാഭാവികമാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട്, അതിൻ്റെ പോരായ്മകൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം നേടുക തന്നെ ചെയ്യും. സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും തീവ്രമായ ആഗ്രഹവും ഒന്നിച്ചു കൂടുമ്പോൾ ഏതൊരു മനുഷ്യനും, ഏതൊരു വ്യക്തിക്കും നമുക്ക് ഉയരങ്ങളിലെത്താം. അവിടെ നിറം ഒരു പ്രശ്നമല്ല, ജാതി ഒരു പ്രശ്നമല്ല, സൗന്ദര്യം ഒരു പ്രശ്നമല്ല, മാതാപിതാക്കളുടെ സാമ്പത്തിക ഒരു പ്രശ്നമല്ല, കുലമഹിമ ഒരു പ്രശ്നമല്ല. പകരം നിശ്ചയദാർഢ്യവും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള കഴിവും, ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള സന്മനസ്സും, അതുപോലെ തന്നെ സ്ഥിരോത്സാഹവും ഒക്കെ വേണമെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്ഥിരോത്സാഹത്തോടെ, നിശ്ചയദാർഢ്യത്തോടുകൂടി, തീവ്രമായ ആഗ്രഹത്തോടുകൂടി നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ തന്നെ സാധിക്കും. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.